ഈ ബജറ്റ് ചർച്ചയിൽ വർഗീസ് ജോർജ് ഇടത് പ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വർഗീസ് ജോർജ്, കേരളത്തോട് വലിയ അവഗണന എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് അതിവേഗ റെയിലാണ്. പക്ഷേ അത് ഈ ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് ഈ ബജറ്റ് പ്രസംഗം മാത്രം നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ? അതുപോലെ റെയിൽ മേഖലയിൽ മറ്റെന്തെല്ലാം നേട്ടങ്ങളാണ്, ഗുണങ്ങളാണ് കേരളത്തിന് വരാൻ പോകുന്നത് എന്നൊക്കെ ആ ബജറ്റ് കുറച്ചുകൂടി വിശകലനം നടത്തിയ ശേഷം മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അതിവേഗ റെയിൽ കേരളം കാത്തിരുന്നതാണ്, അത് ഉണ്ടായിട്ടില്ല. അതുപോലെ എയിംസിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ വികസന പ്രവർത്തനങ്ങൾ, ഈ പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ പോലും രാജ്യത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വെറും 3 പദ്ധതികൾ മാത്രമാണ് അതിൽ വരുന്നത്. ഒന്ന് അതിവേഗ റെയിൽ, അതിൽ ചില സംസ്ഥാനങ്ങളുടെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ ധാതു ഇടനാഴിയിൽ കേരളം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. മറ്റൊന്ന് ഈ നിംഹാൻസ് തുടങ്ങാൻ പോകുന്നു റാഞ്ചിയിൽ. അങ്ങനെ ഈ സംസ്ഥാന കേന്ദ്രീകൃതമായി വെറും നാമമാത്ര പദ്ധതികൾ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ രാജ്യത്തെ ഒന്നാകെ പരിഗണിക്കുമ്പോൾ വലിയ വികസനത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ കാണുന്നുണ്ട് താനും. എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ കാണുന്നത്? ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ, സമഗ്രതയിൽ വേണം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനെന്ന് തോന്നുന്നു. ഏത് ധനകാര്യമന്ത്രിയും വളരെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സർവ്വദേശീയ തലത്തിലുണ്ടായിരിക്കുന്ന സർവ്വദേശീയ സമ്പൽഘടനയിലെ ഷോക്കുകൾ, അതേപോലെ തന്നെ US താരിഫിൻ്റെ ഇന്ത്യയുടെ മേലുള്ള ഇരട്ടി പ്രഹരം, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഏത് ധനകാര്യമന്ത്രിക്കും വളരെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടേ നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിലീമ ഒടുവിൽ ചോദിച്ച പോലെ ഒരു ഓവറോൾ ഗ്രോത്തിനെ ഇത് സഹായിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇൻഡസ്ട്രിയും ട്രേഡും ഒക്കെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിയിരുന്നത്. ഇന്ന് തന്നെ ഓഹരി വിപണി വല്ലാതെ ഇടിഞ്ഞ് മാറിയിട്ടുണ്ട്. ഒരു സസ്റ്റൈനബിളായിട്ടുള്ളൊരു ഗ്രോത്തിന് ഉത്തേജനം തരുന്ന തരത്തിൽ ഒരു ബജറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഒന്നാമത് റുപ്പിയുടെ പ്രൈസ് ഡോളർ എക്സ്ചേഞ്ചിൽ ഇപ്പം വളരെ താണുപോയിട്ടുണ്ട്, 82 രൂപയോളമായിട്ടുണ്ട്. അത് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബന്ധങ്ങളെ വളരെ വളരെ ബാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ധനകാര്യമന്ത്രി ഇന്നലെ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 2 ലക്ഷം കോടി രൂപ തീർച്ചയായിട്ടും പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പക്ഷേ പ്രൈവറ്റ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയുന്നത് വളരെ വളരെ ഒരു ഉത്കണ്ഠാജനകമായ കാര്യമാണ്. ഇത്രയേറെ കൺസെഷൻസ് പ്രൈവറ്റ് ക്യാപിറ്റലിന് കൊടുത്തിട്ടും നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റുകൾ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് അത് ബഡ്ജറ്റിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, ഈ ബജറ്റ് എംപ്ലോയ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഏറ്റവും കൂടുതൽ ജാനുവരി 16 വന്ന നാഷണൽ ലേബർ ഫോഴ്സ് സർവേയിൽ പോലും നമ്മുടെ ഏർബൻ ആൻഡ് റൂറൽ അൺഎംപ്ലോയ്മെൻറ്റിൽ വളരെ വളരെ ഒരു വർധനവ് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയേറെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടും ഇപ്പോൾ ഗ്രോത്ത് വിത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ആണോ എന്നൊരു സംശയം വരുന്നുണ്ട്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നതിനും നമ്മുടെ ഈ ബജറ്റുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഉത്കണ്ഠാജനകമായ ഒരു കാര്യമാണ്. രണ്ടാമത്, ആദ്യം നിലമ ചോദിച്ചത് സ്റ്റേറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, സ്റ്റേറ്റുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഫൈനാൻസ് കമ്മീഷനുകൾ, തൊട്ട് മുമ്പിലത്തെ ഫൈനാൻസ് കമ്മീഷന് സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ട നികുതി വിഹിതം അവർ 42%. കഴിഞ്ഞ ഫൈനാൻസ് കമ്മീഷൻ അത് 41%. ഇന്ന് ടേബിൾ വെച്ച ഫൈനാൻസ് കമ്മീഷനിൽ അത് എത്ര ശതമാനമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്റ്റേറ്റുകളുടെ നികുതി വിഹിതത്തിൽ അവരെ സ്ട്രെങ്തൻ ചെയ്യെങ്കിൽ മാത്രമേ സ്റ്റേറ്റുകൾക്ക് അവരുടെ വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ GSTയുടെ കാര്യം വന്നപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സ്റ്റേറ്റുകൾക്ക് നേരത്തെ നികുതി പിരിക്കാൻ അവകാശമുണ്ട്. ഇപ്പോൾ GST വന്നപ്പോൾ നികുതി പിരിക്കാനുള്ള അവകാശം സ്റ്റേറ്റുകൾക്ക് അങ്ങ് ഇല്ലാതായിപ്പോയി. അപ്പോൾ പിന്നെ സെൻറ്റർ കൊടുക്കണം. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും പറഞ്ഞ് ഞങ്ങൾക്കൊരു 50% നികുതി വിഹിതം തരണമെന്നാണ്. പക്ഷേ ദാറ്റ് ഈസ് ഹോവറിങ് ബിറ്റ്വീൻ 32 and 33%. അപ്പോൾ സ്റ്റേറ്റുകളെ നമ്മൾ ഫൈനാൻഷ്യലായി സ്ട്രെങ്തൻ ചെയ്യുക, അല്ലാതെ ഏതെങ്കിലും റെയിൽവേ പാത കിട്ടുക, IIM കിട്ടുക, എയിംസ് കിട്ടുക, ഇതിനപ്പുറത്ത് ഒരു സെൻട്രൽ സ്റ്റേറ്റ്
ഫൈനാൻഷ്യൽ റിലേഷൻസിൽ ഒരു റാഡിക്കലായ റീഓറിയൻറ്റേഷൻ വേണം എനിക്ക് തോന്നുന്നു. മൂന്നാമത് കേരളത്തോടുള്ള അവഗണന, അത് നമ്മുടെ ഒരു സ്ഥിരം പല്ലവിയാണ്. കേരളത്തിൽ വാസ്തവത്തിൽ ഇത്രയേറെ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആവശ്യം. ഇപ്പം തന്നെ ഇവിടെ തന്നെ ഒരു 25,000 പേർക്ക് ജോലി കൊടുക്കുന്ന എന്ത് സെൻട്രൽ സെക്ടർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ സഹോദരൻ ബോംബെ റാലീസിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോൾ ക്യാൻറ്റീനിൽ ഉണ്ണാൻ വരുന്ന 25,000 പേരാണ്. ഒരു 5,000 പേര് ജോലി ചെയ്യുന്ന ഒരു സെൻട്രൽ സെക്ടർ സ്ഥാപനം നമുക്കുണ്ടോ? അപ്പോൾ സെൻട്രൽ സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള വളരെ വളരെ കുറവാണ്. ഉള്ള സെൻട്രൽ സെക്ടർ സ്ഥാപനങ്ങൾ നമ്മൾ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു റെയിൽവേയുടെയോ, ഇപ്പോൾ റെയിൽവേ തന്നെ, ഇപ്പോൾ ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഈ കോവിഡ് കാലത്ത് പോലും ഞങ്ങൾക്ക് 1,00,000 കോടി രൂപയാണ് പ്രവാസികൾ നമ്മുടെ രാജ്യത്തിന് അയച്ചു തന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആകെ അവിടെയുള്ളത് തിരുവല്ല തൊട്ട് ഇടിഞ്ഞില്ലം വരെ 10 കിലോമീറ്റർ റെയിൽവേ ലൈനാണ്. അപ്പോൾ റെയിൽവേയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ പിന്നോക്കമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് നമ്മുടെ സെൻട്രൽ ബഡ്ജറ്റുകളെ നോക്കിയാണ് ഈ സ്റ്റേറ്റ് ബഡ്ജറ്റുകൾ നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. സെൻട്രൽ പ്ലാനുകളെ നോക്കിയായിരുന്നു നമ്മുടെ ആനുവൽ പ്ലാനും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെ ഒന്നും ശക്തീകരിക്കുന്ന തരത്തിൽ ഉള്ള ഒരു നീക്കങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ഒരു നിരീക്ഷണം.